ഇലക്ട്രോണിക് കറൻസി സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ട്രസ്റ്റ് വാലറ്റ്. ഈ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞാൽ ബൈനാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ചെയിനായ ഫിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ. ഫിനാൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ചെയിൻ. ആ ഒരു ഫിനാൻസിന്റെ ബ്ലോക്ക് ചെയിനാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. BEP20 ഫിനാൻസ് സ്മാർട്ട് ചെയിൻ എന്ന ബ്ലോക്ക് ചെയിനാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഫിനാൻസ് സപ്പോർട്ട് ചെയ്യുന്ന വാലറ്റ് ആണ്. ഈ വാലറ്റിൽ എൽകുമാർ ദാസ് സാർ പറഞ്ഞ പോലെ നേരത്തെ ബിറ്റ്കോയിൻ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസിയുടെ രാജാവായ ബിറ്റ്കോയിൻ പേര് സൂക്ഷിച്ചു നോക്കാം. ഇതിനാണ് നമ്മുടെ PVC മെറ്റയുടെ വരുമാനം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇതാണ് എന്റെ ഞാൻ പറഞ്ഞ പേഴ്സ് എന്ന് പറഞ്ഞത്. ഈ പേഴ്സാണ് എന്റെ വരുമാന മാർഗം. നമ്മുടെ GK സാർ പറഞ്ഞ പോലെ ടെക്നോളജി ChatGPT ടെക്നോളജികളാണ് വളരുന്നത്. ഇത് മുഖാന്തരമാണ് ഞാൻ ഇത് ജീവിക്കുന്നത്. ഇതാണ് എന്റെ വരുമാന മാർഗം. വേറെ 5 പൈസ 4.5 വർഷമായിട്ട് വേറെ ഒരു വരുമാനം ഉള്ളത്. ഇത് ഈ പ്രോഫിറ്റ് ഈ ഒരു പേഴ്സിലൂടെയാണ് ഞാൻ ഫ്രണ്ട്സ് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പേഴ്സിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോകാൻ പോകുന്നത് ട്രസ്റ്റ് വാലറ്റ്. ട്രസ്റ്റ് വാലറ്റ് വഴി ഞാൻ പോകുന്നത് ടോക്കൺ ഫാമിംഗ്. ഇവിടെ 2 കാര്യങ്ങളാണുള്ളത്: സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ പാർട്ട്ണർഷിപ്പിലേക്ക് പ്രവേശിക്കുക, സിസ്റ്റത്തിന്റെ ഷെയർ ഹോൾഡർ. ഇവിടെയാണ് പ്രധാന റബ്ബർ മാർക്കറ്റിംഗും വരുമാന കാര്യങ്ങളും ഏർണിങ്സ് ഒക്കെ കൂടുതൽ ലഭിക്കുന്നത് ടോക്കൺ ഫാമിംഗിലാണ്. അപ്പോൾ ഫസ്റ്റ് ട്രസ്റ്റ് വാലറ്റ്. ഈ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്ത സമയം നിങ്ങൾക്ക് 12 വാക്കുകൾ ലഭിക്കും. അത് നിങ്ങൾ ആധാരം സൂക്ഷിക്കുന്നതിലും നമ്മളെ എങ്ങനെയാണ് തട്ടാണ്ട് മുട്ടാണ്ട് കൊണ്ടുപോകുന്നത് ആ ലെവലിൽ സൂക്ഷിച്ചു നോക്കണം. 12 വാക്കുകൾ ലഭിക്കുന്നത്. അതാണ് ഇതിന്റെ താക്കോൽ. ആ താക്കോൽ ഒരിക്കലും കളയാനും പാടില്ല. 12 വാക്കുകൾ ലഭിച്ചാൽ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പോൾ ഒന്നാമത്തെ ടോക്കൺ ഫാമിംഗിലേക്ക് പേജിലേക്ക് കടക്കേണ്ട സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റ് വാലറ്റ് ഇലക്ട്രോണിക് പേഴ്സ്. അപ്പൊ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇവിടെ ഇത് PVC മെറ്റ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ടോക്കൺ ഫാമിംഗിന്റെ പേജിൽ പ്രവേശിക്കണമെങ്കിൽ 100 PVC മെറ്റ 100 PVC മെറ്റ അത്യാവശ്യമാണ്. ഇപ്പോൾ ഇവിടെ 1436 PVC മെറ്റ. ഇതാണ് നമ്മുടെ ടോക്കൺ PVC മെറ്റ. BNB ഫിനാൻസ് സ്മാർട്ട് ചെയിൻ. ഈ 2 കാര്യങ്ങൾ. ഈ ഫിനാൻസ് BNB ആണ് നമുക്ക് സർവീസ് ചാർജിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഫിനാൻസ് സ്മാർട്ട് ചെയിൻ BNB. ഇത് PVC മെറ്റ. അപ്പൊ 100 PVC മെറ്റ ഓരോ വ്യക്തിയുടെ ഓരോ പാർട്ട്ണർമാരുടെയും ബാലൻസ് ഉണ്ടായാലാണ് നമുക്ക് ടോക്കൺ ഫാമിംഗിന്റെ പേജിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ട്രസ്റ്റ് വാലറ്റ് പറഞ്ഞാൽ PVC മെറ്റ 100 മെറ്റ വേണം. ഇവിടെ ഒന്നാമത്തെ ഇതിലേക്ക് തുടങ്ങുന്ന പ്രവേശനത്തിന് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതായിരിക്കും. കാരണം സൈറ്റിൽ കയറുന്ന ഏറ്റവും ഉപകാരപ്പെടും. ഒന്നാമത്തത് ഡിസ്കവർ. ഫസ്റ്റ് ഓപ്ഷൻ ഡിസ്കവർ. എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മൾ ഓപ്പൺ ആകുമ്പോൾ ഫസ്റ്റ് ഡിസ്കവർ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കൈവച്ചാൽ മതി. നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോകാം. ഓക്കെ അല്ലേ? അപ്പോ ഡിസ്കവർ ടച്ച് ചെയ്യുമ്പോൾ രണ്ടാമത് ഇങ്ങനെ സെർച്ച് ഫോർ എന്റർ യുവർ. അതായത് ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. സെർച്ച് ചെയ്യണം. PVC മെറ്റയുടെ ഡൊമൈൻ നെയിം. വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്ന ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തോ www.token ടോക്കൺ tokenfarming.io www.tokenfarming.io ഇതാണ് ഡൊമൈൻ നെയിം. സൈറ്റിലേക്ക് ടോക്കൺ ഫാമിംഗിന്റെ സൈറ്റിലേക്ക് പ്രവേശിക്കാനുള്ള ഡൊമൈൻ നെയിം. ആ ഡൊമൈൻ നെയിം കൊടുക്കും. ഈ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത്
അപ്പൊ ഇങ്ങനെയുള്ള സാർ ഈ പറയുന്ന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഏതോരത്തിന്റെ ചെയിലാണ് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഉണ്ടാവുക. എപ്പോഴും അതിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ നെറ്റ്വർക്ക് എന്നില്ല ആ ഒരു ഓപ്ഷൻ ടച്ച് ചെയ്യണം. നെറ്റ്വർക്ക് ടച്ച് ചെയ്യണം. ആ നെറ്റ്വർക്ക് ടച്ച് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് ഒരുപാട് ഇവിടെ ഒരുപാട് എഥീരിയം ചെയിൻ, BNB ചെയിൻ, മാറ്റിക് പോളിഗൺ, എവാക്സ് ചെയിൻ, ക്ലോക്ക് ചെയിൻ, ഇതൊക്കെ ബ്ലോക്ക് ചെയിനുകളാണ്. നമുക്കിപ്പോ ഈ ഓപ്ഷനിൽ പോയാൽ ഈ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ഈ ഓപ്ഷനിൽ പോയാൽ ഒരിക്കലും സൈറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇവിടെ കാണാൻ പറ്റും BNB സ്മാർട്ട് ചെയിൻ, ഫിനാൻസ് സ്മാർട്ട് ചെയിൻ, ഫിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ. ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ടച്ച് ചെയ്യണം. ഇപ്പൊ ഇത് ഇവിടെയാണ് നമ്മൾ, ഇവിടെ മുതലാണ് നമ്മൾ കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. സൈറ്റിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തായി പോലത് ദ ഫ്യൂച്ചർ ഓഫ് മണി. ഇതൊരു ഫസ്റ്റ് ഭാഗമാണ് ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് സൈറ്റിലേക്ക് കടക്കാം. അല്ലേ സാർ? അത് എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. www.tokenfarming.io ഒരിക്കലും സ്പേസ് ഇല്ലാതെ അടിച്ചാൽ മാത്രമാണ് സൈറ്റിലെ കുറെ ഇഷ്ടം. സ്പേസ് ഉണ്ടായാൽ കയറാൻ പറ്റില്ല. ഓക്കെ സാർ. അപ്പൊ എന്താണ് ഈ ഫീച്ചർ ഓഫ് മണി, അതായത് PBC മെത്തേഡ് ഭാവിയിലെ പണം അനുസരണമൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ എന്താണ് ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ കണക്ട് വെച്ചാണ്. കണക്ട് അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ സിസ്റ്റത്തിന്റെ പല മാറ്റങ്ങളും നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കാണാൻ പറ്റുന്ന നോട്ടീസ് ബോർഡാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഒരു കാണുന്ന ഈ ഒരു ഇൻഡു അടിച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും എന്ത് അറിയിപ്പ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. നോട്ടിഫിക്കേഷൻ തരാതെ നമുക്ക് സിസ്റ്റം ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. അതെപ്പോഴും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും. അപ്പൊ എന്താണ് ഇങ്ങനെ ഈ ഒരു രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലോസ് കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് പേജിലേക്ക് പ്രവേശിക്കാൻ പറ്റും. മൂന്ന് ഡോട്ടില്ലേ? ഇവിടെ മൂന്ന് ഡോട്ടാണല്ലേ? മൂന്ന് ഡോട്ടാണല്ലേ? ഈ മൂന്ന് ഡോട്ട് അതാണ് സാർ ഇപ്പോൾ പറയാം. മൂന്ന് ഡോട്ട് എത്തിയവരുടെ ചൈനലുണ്ടാവാം. അപ്പൊ ഇത് അതുപോലെ BNB ചൈനലിലേക്ക് മാറ്റാം. ആ മൂന്ന് ഡോട്ട് ടച്ച് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആ നെറ്റ്വർക്ക് BNB മാറ്റാം. സാറേ മനസ്സിലായില്ലേ? ചെയ്ത് മാറ്റാൻ സാർ ഇതൊന്ന് ശ്രദ്ധിച്ചോളാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ചെയിൻ BNB മെയിൻ നെറ്റ്വർക്ക് വരും. അപ്പോ ഓക്കെ കൊടുക്കും. ഇങ്ങനെ ഇവിടെ ഓക്കെ ഒന്ന് കൊടുക്കും. ഈ ഒരു കാണാൻ പറ്റും. ഓക്കെ അതാണ് പറഞ്ഞത്. നമ്മുടെ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മിക്ക ആളുകൾക്കും ഇതേപോലെയാണ് കാണിക്കുക. അപ്പൊ ആ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോ.
ഈ ഒരു പേജ് വന്നാൽ ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് അപ്പൊ ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്ത ഈ ഒരു 3 ഡോട്ട് ഏറ്റവും ടോപ്പിൽ 3 ഡോട്ട് ടച്ച് ചെയ്യണം. ഈ ഒരു മാർക്ക് അവിടെ വന്നില്ല. ഈ ഒരു 3 ഡോട്ട് ടച്ച് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ഓപ്ഷൻ നെറ്റ്വർക്ക് എത്തേറിയം വരിക. ക്ലിയർ അല്ലേ? ഈ ഒരു 3 ഡോട്ട് ഇവിടെ മാർക്കില്ല, സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് ഡോട്ട് ചെയ്യണം. ഇവിടെ ഈ ഒരു 3 ഡോട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ആണ്. ഇവിടെ 3 ഡോട്ട് ടച്ച് ചെയ്താലാണ് ഈ നെറ്റ്വർക്ക് എത്തേറിയം എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സ്ഥലത്ത്. അപ്പൊ ഈ ഒരു അവിടെ ഈ നെറ്റ്വർക്ക് എതേറിയം ടച്ച് ചെയ്യണം. അപ്പൊ ഈ ഒരു ബ്ലോക്ക് ചെയിൻ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് ബൈനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ ആണ്. ഇവിടെ ഈ ഒരു ബൈനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ ഇവിടെ ടച്ച് ചെയ്യുക. ഓക്കെ അല്ലേ സാറേ? നെക്സ്റ്റ് കൃത്യമായി സൈറ്റിലേക്ക് ടോക്കൺ ഫാമിംഗിന്റെ പേജിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ വീഡിയോയിലെ റൈറ്റ് സൈഡിലെ കണക്ട് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക. കണക്ട് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഓക്കെ. അപ്പൊ ഈ ഒരു പേജ് വരും. സിസ്റ്റത്തിന്റെ നോട്ടിഫിക്കേഷനും പ്രധാനപ്പെട്ട അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് സിസ്റ്റം മുന്നോട്ട് പോകാനൊരു പെർമിഷൻ തരാനുള്ളത്. ഇങ്ങനെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ഈ ഇൻഡു അടിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുക. ക്ലിയർ അല്ലേ? നോട്ട് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് അപ്പൊ ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പ്രധാനപ്പെട്ട വെൽക്കം ടു ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു പേജാണ് ടോക്കൺ ഫാമിംഗ്. വെൽക്കം ടു ടോക്കൺ ഫാമിംഗ്. ഈ ഒരു പേജ് വന്നതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും ലോഗ് ഇൻ യുവർ അക്കൗണ്ട്. സീഡ് ഫണ്ടിങ് ചെയ്യുമ്പോൾ 6 ഡിജിറ്റ് പിന്ന്. സീഡ് ഫണ്ടിങ് ആണ് ഒന്നാമത്തെ കാര്യം. അപ്പോ ലോഗിൻ യുവർ അക്കൗണ്ട് സീഡ് ഫണ്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് 1 2 3 4 5 6 കിട്ടും. അല്ലെങ്കിൽ ഏത് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്ന പാഠം നൽകും. ആ ഒരു പിന്നെ 6 ഡിജിറ്റ് പിന്നെ എന്ത് ചെയ്യണം? ഈ ലോഗിൻ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുക്കണം. ഓക്കെ. ഇവിടെ കാണാൻ പറ്റും എൻ്റർ 6 ഡിജിറ്റ്. ഇവിടെ ആ ഒരു പിന്ന് കൊടുക്കണം. 1 2 3 4 5 6 എന്തോ ആയിക്കോട്ടെ, ആ ഒരു പിന്ന് ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ വരെ ഓക്കേ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കും. നിങ്ങൾ ഇത്രയും സമയം വളരെ നല്ല രീതിയിൽ സഹായിച്ചു. ഇതും എല്ലാവരും അത്രയും ആത്മാർത്ഥമായി ശ്രദ്ധിക്കും. കാരണം സൈറ്റിലേക്ക് കയറി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ വരുമാനവും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെ ഒരു പേജ് 6 ഡിജിറ്റ് പിന്നെ ഈ ഒരു കോളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും സബ്മിറ്റ്. ക്ലിയർ അല്ലേ? സബ്മിറ്റ് ടച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ഈ ഒരു ഓപ്ഷൻ സബ്മിറ്റ് ടച്ച് ചെയ്യുക. റെഡി അല്ലേ? നെക്സ്റ്റ് റെഡി അല്ലേ സർ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ സബ്മിറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതും നോട്ടീസ് ബോർഡാണ്. ഇത് സൈറ്റിലേക്ക് നമുക്ക് നിരന്തരമായി നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടും.
ഇപ്പൊ ചില കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ പ്രിയപ്പെട്ട ലീഡറുമായിട്ട് അങ്ങോട്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരില്ല. ഓക്കെ, ക്ലിയർ, റെഡി അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ ഈ ഒരു 3 വര, ഈ റൈറ്റ് സൈഡിലെ 3 വര ടച്ച് ചെയ്യുക. അത് നിങ്ങൾ വെച്ചോ. അതായത് അപ്പോൾ ഇവിടെ ആ ഒരു 3 വര ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. വാലറ്റ് ബോർഡ്, ഫാമിംഗ് സ്റ്റാറ്റസ്, ഏർലി ബോർഡ് സ്റ്റാറ്റസ്, റെഫറൽ സ്റ്റാറ്റസ്, റിവാർഡ് സ്റ്റാറ്റസ്.